നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 13 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിക്കുന്നത് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ആ കുട്ടിയുടെ കഴുത്തിങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ഇരിക്കുന്നു, ചുണ്ട് അല്പം കോടിയിരിക്കുന്നു. വീട്ടുകാർ വളരെ പരിഭ്രാന്തരാണ്. കാരണം സാധാരണ ഇതൊക്കെ ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതമൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ കഴുത്തിങ്ങനെ തിരിയുന്നതും ചുണ്ട് കോടുന്നതും ഒക്കെ കാണുന്നത്. 13 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താണിത് എന്ന് വളരെ അസ്വസ്ഥരാണ് മാതാപിതാക്കൾ. അവർ വന്നിട്ട് അത്യാഹിത വിഭാഗത്തിൽ വന്ന് വളരെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്, ഇതെന്താണ് എൻ്റെ കുട്ടിക്ക് പറ്റിയത്. അപ്പോൾ വന്ന കുട്ടിയെ അവിടെയുള്ള ഡോക്ടർ പരിശോധിച്ചു, ഫിസിഷ്യൻ വന്ന് കണ്ടു. അപ്പോൾ ഫിസിഷ്യൻ നോക്കിയപ്പോഴത്തേക്ക് പനി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പനി ഉണ്ടായിരുന്നു, കുറച്ച് ദിവസത്തിന് മുൻപ് പനി ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഛർദിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ കഴുത്തിലെ ഈ പേശികൾ ഇങ്ങനെ വലിഞ്ഞു മുറിയിരിക്കുന്നൊരു അവസ്ഥയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞൊരു രോഗാവസ്ഥയുണ്ടോ എന്ന് സംശയിക്കണം. അപ്പം മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ തലച്ചോറിൻ്റെ നട്ടലിൻ്റെയും ഒക്കെ ഒരാവരണമുണ്ട്, മെനിഞ്ചസ് എന്ന് പറയുന്നത്. ആ മെനിഞ്ചസിൽ അണുബാധ വന്നിട്ട് ഉണ്ടാകുന്ന ഒരു നീർക്കെട്ട് പോലത്തെ ഒരു പ്രതിഭാസമാണ് മെനിഞ്ചൈറ്റിസ്. അത് തലച്ചോറിലെ കോശങ്ങളിലേക്ക് ബാധിച്ച് തലച്ചോറിലെ കോശങ്ങൾ തന്നെ അണുബാധ മൂലം നീർക്കെട്ട് വരുന്ന ഒരവസ്ഥയെ എൻകെഫലൈറ്റിസ് എന്ന് പറയും. ഇപ്പോൾ മെനിഞ്ചോ എൻകെഫലൈറ്റിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നൊക്കെ പറഞ്ഞ് അടുത്ത കാലത്ത് കുറച്ച് അവസ്ഥകൾ വരുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവുമല്ലോ. അപ്പോൾ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് ചില പ്രത്യേക തരത്തിലുള്ള അണുബാധകൾ തലച്ചോറിൽ വന്നിട്ട് അത് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊക്കെ സ്വാഭാവികമായിട്ടും ഡോക്ടർ സംശയിച്ചു. നട്ടല് കുത്തിയെടുത്ത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും നൽകി. അപ്പോൾ നട്ടലിൽ കുത്തിയെടുത്ത് അതിലെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കി. അതിലൊന്നും ഈ പറഞ്ഞ പോലത്തെ അണുബാധയുടെയോ മറ്റ് പ്രശ്നങ്ങളുടെയോ ഒന്നും ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്, പനി കുറയാനുള്ള ഗുളിക കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഈ കഴുത്തിങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ തുടരുകയാണ്. അങ്ങനെയാണ് ഇതൊരു മാനസിക ബുദ്ധിമുട്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ട് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ അണുബാധയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലാവുമ്പോൾ മറ്റെന്തെങ്കിലും മരുന്നുകൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയും ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഛർദിലിന് വേണ്ടിയിട്ടൊരു ഇഞ്ചക്ഷൻ രാവിലെ എടുക്കുന്ന ഒരവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞു. കാരണം വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ രാവിലെ കൊണ്ടുപോയി. കാരണം പനിയെ തുടർന്ന് ഛർദിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഛർദിൽ അതിരാവിലെ ഛർദിച്ചപ്പോഴത്തേക്ക് സ്വാഭാവികമായും വീട്ടിൻ്റെ അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി. അവിടെ ഛർദിൽ കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റോക്ലോപ്രമൈഡ് എന്ന് പറയുന്ന ഒരു മരുന്നിൻ്റെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പോൾ ആ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷമാണ് ഈ കഴുത്തിങ്ങനെ തിരിയുന്ന ഒരവസ്ഥ വന്നത്. അപ്പോൾ ഈ മെറ്റോക്ലോപ്രമൈഡ് എന്ന് പറയുന്ന ആ ഒരു ഔഷധം ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുമ്പോൾ അപൂർവം ചില വ്യക്തികളിൽ, എല്ലാവരിലും വരണമെന്നില്ല, വളരെ ചെറിയൊരു ശതമാനം ആളുകളിൽ മാത്രം വരുന്നൊരു പാർശ്വഫലമാണ് ഈ അക്യൂട്ട് ഡിസ്റ്റോണിയ എന്ന് പറയുന്ന അവസ്ഥ. ഈ പേശികൾ പെട്ടെന്ന് വലിഞ്ഞു മുറുകി തല ഇങ്ങനെ തിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ കഴുത്തിങ്ങനെ താഴ്ന്നു പോകുന്നു, ചുണ്ട് കോടിപ്പോകുന്നു, അങ്ങനെയൊക്കെ വരുന്നൊരവസ്ഥയാണ് ഈ അക്യൂട്ട് ഡിസ്റ്റോണിയ. അപ്പോൾ ഈ അക്യൂട്ട് ഡിസ്റ്റോണിയ കൃത്യമായിട്ട് ചികിത്സയിലൂടെ മാറ്റാം. അപ്പോൾ പ്രോമെത്താസിൻ എന്ന് പറഞ്ഞ ഒരു മറുമരുന്നുണ്ട്. ആ പ്രോമെത്താസിൻ ഇഞ്ചക്ഷൻ കൊടുത്താൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് പൂർണ്ണമായിട്ട് മാറി പരിപൂർണമായിട്ടും ആ കുട്ടി സുഖം പ്രാപിക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ചില മരുന്നുകൾ, അതിപ്പോൾ ഇത്തരം മരുന്നുകളിൽ ചിലതെങ്കിലും ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് കുറയ്ക്കുന്ന മരുന്നുകളാണ്. ഇപ്പം നൈഗ്രോസ്ട്രൈട്രാക്ട് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ മേഖലയിലെ ഡോപ്പമിൻ്റെ അളവ് പൊടുന്നതിനെ കുറയുന്നതാണ് ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണമായത്. അപ്പോൾ ഈ അക്യൂട്ട് ഡിസ്റ്റോണിയ വന്നാൽ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. പലപ്പോഴും അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ്, അപസ്മാരത്തിൻ്റെ ലക്ഷണമാണെന്നൊക്കെ കരുതി വല്ലാതെ പേടിച്ചു പോകും. ചിലപ്പോൾ ICUവിൽ അഡ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കളയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പ്രോമെത്താസിൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മിനിറ്റുകൾക്കുള്ളിൽ അത് പരിപൂർണമായിട്ട് ഭേദപ്പെട്ടു വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായാൽ ആ ഒരു മരുന്ന് ഇങ്ങനെയൊരു റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അത് തീർച്ചയായിട്ടും അത് മറ്റേതെങ്കിലും ഒരു ഡോക്ടറിനെ കാണാൻ പോയാൽ ഇങ്ങനെയൊരു മരുന്നിന് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ആ ഡോക്ടറിൻ്റെ അടുത്ത് പറയുകയും ചെയ്യണം. നന്ദി, നമസ്കാരം.